സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലയിലെ ആദ്യ ABC കേന്ദ്രം കണിച്ചുകുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രണ വിധേയമാക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മരകുളം വടക്ക് പഞ്ചായത്തിലെ കണിച്ചുകുളങ്ങരയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിലെ ആദ്യ ആനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും വലിച്ചെറിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുമെന്നും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് പാലിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൂടാതെ പാലിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പശുക്കളെ വാങ്ങുന്നതിന് ക്ഷീരകർഷകർക്ക് എല്ലാ ജില്ലകളിലും പലിശരഹിത വായ്പ നൽകും. ക്ഷീരമേഖലയിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നും മന്ത്രി പറഞ്ഞു. കണിച്ചുകുളങ്ങര വെറ്റിനറി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38,24,000 രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ABC സെന്റർ പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, A ശോഭ, V ഉത്തമൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ VV അരുണോദയ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VG മോഹനൻ, KD മഹീന്ദ്രൻ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സന്തോഷ് ലാൽ, മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശന ഭായ്, വൈസ് പ്രസിഡന്റ് CC ഷിബു എന്നിവർ പങ്കെടുത്തു. ഒരു ദിവസം 10 ശസ്ത്രക്രിയകൾ വരെ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് കേന്ദ്രത്തിലുള്ളത്. ഒരു വെറ്റിനറി സർജൻ, 4 മൃഗപരിപാലകർ, ഒരു തിയേറ്റർ സഹായി, ഒരു ശുചീകരണ തൊഴിലാളി, നായപിടുത്ത സംഘം എന്നിവരെ സെന്റർ പ്രവർത്തനങ്ങൾക്കായി നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മറ്റ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഒട്ടേറെ നായ്ക്കൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കേന്ദ്രങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് പോകണം. ഇപ്പം ഞങ്ങൾ അടിയന്തരമായിട്ട് ഞങ്ങൾ കേരളത്തിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ കടിയേൽക്കുന്ന ആൾക്കാർ ഉള്ള പ്രദേശങ്ങൾ അത് ഞങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതൊരു ഹോട്ട്സ്പോട്ടായിട്ട് എടുത്തുകൊണ്ട് ആ സെൻറ്ററുകളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ എന്തായാലും ആ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സെൻറ്റർ കൊണ്ടുവന്നപ്പോൾ അതിനകത്തൊരു പങ്കാളിയാകണം എന്നുള്ള ഒരു വകുപ്പ് മന്ത്രിയുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. വളരെ ഭംഗിയായിട്ട് നമുക്കിതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കണം. മറ്റൊരു സെൻറ്റർ കൂടി ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു. നമുക്കറിയാം ഇവിടെയും കുറച്ച് പ്രാധാന്യം നമുക്ക് നായ്ക്കൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആദ്യം അതിനെ കൊണ്ടുവരുവാനും വന്ധീകരിക്കുവാനുള്ള പ്രദേശങ്ങളിൽ പോകണം. പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾക്ക് നമുക്കിപ്പോൾ അവർക്ക് ലൈസൻസ് കൊടുക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ലൈസൻസും കൂടെ കൊടുക്കുമ്പോൾ നായ്ക്കളെ തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം കൂടിയ ഇനം നായ്ക്കൾ കേരളത്തിലുണ്ട്. ആ നായ്ക്കളെ ഇപ്പോൾ ഒരുവിധം അത് വയസ്സായി തുടങ്ങുമ്പോൾ നമ്മുടെ മനുഷ്യനെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിൽ വിടുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ നായ്ക്കളെ കൊണ്ടുവന്ന് തെരുവിൽ വിട്ടിട്ട് പോകുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അതിനെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ആ മൃഗസ്നേഹികളുടെ അടുത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരിയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ നായ്ക്കളെ കൊണ്ടുവന്ന് വളർത്തുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിൽ ഒട്ടേറെ ആൾക്കാരാണ്. ഈ അടുത്ത സമയത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അവരുടെയൊക്കെ വീട് കയറി ആക്രമിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്നതും നാം കണ്ടതാണ്. നമുക്കറിയാം ഇന്ന് ഞാൻ അവിടെ നിന്ന് നിർത്തിക്കൊണ്ട് നമ്മുടെ പാലുൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് ഗവൺമെൻറ് മുമ്പിലുള്ളത്. ഒരുപക്ഷെ ഞങ്ങൾ ഇന്ന് മിൽമ വഴി എടുക്കുന്ന പാലിൻ്റെ കണക്ക് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഒരുപാട് മൃഗങ്ങളെ വളർത്തുന്ന പശുക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തന്നെ ഫാമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുണ്ട്. അത് ക്ഷീരവികസന വകുപ്പിനുണ്ട്, അത് മൃഗസംരക്ഷണ വകുപ്പിനുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ തന്നെ ഒരു ദിവസം 2000-ഓളം ലിറ്റർ പാല് കൊടുക്കുന്ന ഒരുപാട് ഫാമുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം പോകുന്നത് മിൽമയ്ക്കല്ല, അവരെല്ലാം ഫ്രഷ് പാൽ എന്ന നിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ആഭ്യന്തര ഉൽപ്പാദനം പാലിൽ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ആ പാലിൻ്റെ ഉൽപ്പാദനം രാജ്യം തന്നെ എടുത്തു നോക്കിയാൽ ഇന്ന് കാർഷിക മേഖലകളിൽ നിന്ന് രാജ്യം വ്യതിചലിച്ചുകൊണ്ട് ഇന്ത്യയിൽ പാലുൽപാദന രംഗത്ത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മാറി. അതിൽ ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചപ്പോൾ പഞ്ചാബ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ്. ഒരു പശുവിൽ നിന്ന് ആവറേജ് 10.77 ലിറ്റർ പാലാണ് നമുക്ക് കേരളത്തിൽ ഒരു പശുവിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 95% പശുക്കളും ഇന്ന് സങ്കര ഇനം പശുക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അപ്പോൾ അത്രയും പശുക്കളെ കേരളത്തിൽ സങ്കര ഇനം പശുക്കളെ എന്ന് പറഞ്ഞാൽ ഒരു കർഷകൻ ഒരു പശുവിനെ വളർത്തിയാൽ
ഒരു ദിവസം ആവറേജ് 10-ഉം ഇന്ന് 20-ഉം 30 ലിറ്റർ 35 ലിറ്റർ പാല് തരുന്ന പശുക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്.